തൃശൂർ പൂരം പ്രതിസന്ധി തീരുന്നു. പൂരത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയ സർക്കുലറിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി കെ രാജൻ. പൂരം പതിവ് പോലെ നടക്കുമെന്നും മന്ത്രി. ആനകളെ രണ്ടാം വട്ടം പരിശോധിക്കുന്നത് അപ്രായോഗികമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ആന പരിശോധനയുമായി വനം വകുപ്പിന്റെ പുതിയ സർക്കുലർ സ്വീകാര്യമല്ലെന്നറിയിച്ച് ദേവസ്വങ്ങൾ രംഗത്ത് വന്നത് പൂരത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരുന്നു. പൂരം നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് സർക്കുലർ പിൻവലിക്കണമെന്നും പാറേമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പുതിയ സർക്കുലർ നടപ്പിലാക്കാൻ ആനയുടമകളും തയ്യാറല്ലായിരുന്നു. ഈ വിഷയത്തിലാണ് പ്രതിസന്ധി ഒഴിയുന്നത്. ആനകളെ വീണ്ടും പരിശോധിക്കില്ലെന്നും രണ്ടാം വട്ടം പരിശോധിക്കുന്നത് അപ്രായോഗികമാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. മന്ത്രി കെ രാജന്റെ വാക്കുകളിലേക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു, അതാത് ഘട്ടങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പൊതുപെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴും വളരെ ഗൗരവത്തോടു കൂടി തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പൂരത്തിൽ അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി CCF-മായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ പ്രശ്നം ഇന്ന് രാവിലെ വനം വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള 12ാമത്തെ കാര്യം, റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആ പോർഷൻ പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകും. അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് 12ാമത്തെ ആവശ്യം, അതായത് റീവെരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്ന് മാറ്റണം എന്നാലോചിച്ചു. സ്വാഭാവികമായിട്ടും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം 12ഉം 13ഉമാണ്. 12 മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ 13-ന് കാര്യമായ പ്രസക്തി ഉണ്ടാകില്ല. കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല. പൂരപ്രേമികളും സംഘാടകരുമായി അതത് സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ധാരണ. നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കൊടമാറ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ കൊട മാറ്റാനുള്ള ആളുകൾ അണിനിരക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ഇപ്പോൾ റീവെരിഫിക്കേഷൻ അതൊരു പ്രായോഗികമായ കാര്യമല്ല യഥാർത്ഥത്തിൽ. മാത്രമല്ല ദിവസങ്ങളോളം സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശത്തിലെ ഒരു പ്രയാസം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ കോടതി പറഞ്ഞതുപോലെ കോടതി ഉത്തരവുകളെല്ലാം അംഗീകരിച്ച് നമുക്ക് സുരക്ഷ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത് പോകും. ഈ പറഞ്ഞ കാര്യം നമ്മൾ തിരുത്താൻ വേണ്ടി ഉള്ള നിർദ്ദേശം ഇപ്പോൾ തന്നെ കൊടുത്തു. ഏതാനും മണിക്കൂറുകൾക്കകം മാറ്റി ഉത്തരവ് പുറത്തിറക്കും. ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകൾ ഇവിടെയുണ്ട്. തുടർന്ന് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിക്കും. അവർ ഈ കാര്യത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തും. ആന ഉടമസ്ഥ സംഘവുമായി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് കേൾക്കും. ആ കാര്യത്തിലും എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ ആ കാര്യവും നടത്തും. തൃശ്ശൂർക്കാരെല്ലാവരും ഒരു മനസ്സായി ഈ പൂരത്തെ അതിഗംഭീരമാക്കാൻ നോക്കുകയാണ്. മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസമായി വലിയ പ്രയത്നം അതിനുവേണ്ടി നടത്തുന്നുണ്ട്. അതിനെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ പോകും എന്നുള്ള കാര്യം ഇപ്പോൾ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകും. തുടർച്ചയായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഈ സർക്കാരിനെയൊക്കെ വെട്ടിലാക്കുന്ന പോലെ ഉത്തരവ് വരുന്നത്? അല്ല, നമുക്കിപ്പോൾ പൂരത്തിൻ്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത്. അല്ല, അത് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ഏത് വിധത്തിൽ സാധനങ്ങൾ ഇറങ്ങിയാലും ഒരു പ്രയാസവും ഉണ്ടാകില്ല. അതത് ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ചിലപ്പോൾ കോടതി വിധിയെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ആയിരിക്കും അതിന് കാരണം. അത് പിന്നീട് അന്വേഷിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള ലാപ്സ് ഉണ്ടെങ്കിൽ അത് പിന്നീട് അന്വേഷിക്കും. ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോട് ഈ കാര്യം ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം, ഇന്നിപ്പോൾ ക്യാബിനറ്റ് ആയിരുന്നു, ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇടപെട്ടു. വളരെ അടിയന്തരമായി തിരുത്തിയ ഉത്തരവ് പുറത്തിറങ്ങാൻ ആവശ്യമായ നടപടിക്രമം സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമം മറ്റൊന്നുമില്ല. ദേവസ്വം മന്ത്രി പറഞ്ഞല്ലോ